ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന 2024 നടന്ന ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 അങ്ങനെ ഒരു 4 കാറ്റഗറിയിൽ ഒരു കോമൺ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2 സെറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ സെറ്റിലും 100 ക്വസ്റ്റ്യൻസ് വീതമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3ാമത്തെ സെറ്റ് വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഒരു 55ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇടുന്നതുകൊണ്ട് അതൊന്ന് ഡീറ്റെയിൽ ചെയ്യാനായിട്ട് എനിക്കിന്ന് സാധിച്ചില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളമാണ് നോക്കാൻ പോകുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പം നോട്ട്സായിട്ട് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിൽ സിലബസ് വൈസ് ആയിട്ടുള്ള നോട്ട്സ് ഇടാറുണ്ട്. അതേപോലെ തന്നെ വീക്കെൻഡിൽ ചെറിയൊരു എക്സാമും അതിൽ തന്നെ അപ്പം തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അത് അപ്പം തന്നെ ആൻസർ അറിയാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു എക്സാമും വീക്കെൻഡിൽ നടത്താറുണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ. പൊൻ അധികം കലശം, പൊൽക്കൽശം, ഇതിലെ സന്ധി ഏത്? ഓപ്ഷൻ എ പദമധ്യസന്ധ്യ, ഓപ്ഷൻ ബി ലോഭസന്ധ്യ, ഓപ്ഷൻ സി പദാന്തസന്ധ്യ, ഓപ്ഷൻ ഡി ആദേശസന്ധി. ഇതിലേതാണ് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആദേശസന്ധി. ആദേശസന്ധി. 82ാമത്തെ ക്വസ്റ്റ്യൻ. യഥായോഗ്യം പിരിച്ചെഴുതുക. ഓപ്ഷൻ എ യോഗ്യതയുണ്ട്, ഓപ്ഷൻ ബി യോഗ്യതയോട് യോഗ്യം, ഓപ്ഷൻ സി യോഗ്യത പോലെ, ഓപ്ഷൻ ഡി യോഗം പോലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി യോഗ്യത പോലെ. 83ാമത്തെ ക്വസ്റ്റ്യൻ. ജന്മം മുതൽ ഒറ്റപ്പദം ആക്കുക. ജന്മം മുതൽ ഒറ്റപ്പദം ആക്കുക. ഓപ്ഷൻ എ ജനനം മുതൽ, ഓപ്ഷൻ ബി ആജന്മം, ഓപ്ഷൻ സി ജനനത്തോടെ, ഓപ്ഷൻ ഡി ജനനാദി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആജന്മമാണ് ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം. 84ാമത്തെ ക്വസ്റ്റ്യൻ. ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അങ്കിവാക്യം ഏത്? ഓപ്ഷൻ എ ദുഷ്പ്രവൃത്തി, ഓപ്ഷൻ ബി ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ, ഓപ്ഷൻ സി അവൻ അനുഭവിക്കും, ഓപ്ഷൻ ഡി അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അവൻ ദൈവശിക്ഷ അനുഭവിക്കും. 85ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ യു ആർ അറ്റ് റോം ഡു ആസ് റോമൻസ് ഡു. വെൻ യു ആർ അറ്റ് റോം ഡു ആസ് റോമൻസ് ഡു. ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ല് ഏത്? അതായത് നിങ്ങൾ റോമിലെത്തുമ്പോൾ റോമൻകാർ എന്താണ് ചെയ്യുന്നത് അത് തന്നെ നമ്മളും ചെയ്യും എന്നാണ് ഈ ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ അതിനോട് യോജിച്ചൊരു പഴഞ്ചൊല്ല് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, ഓപ്ഷൻ ബി അങ്ങാടിയിൽ തോറ്റവൻ അമ്മയോട്, ഓപ്ഷൻ സി ചേരിയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം, ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ചേരിയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. നമുക്കത് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ആൻസർ ഓപ്ഷൻ സി ആണെന്ന് തന്നെ. 86ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ ആദ്യവും അവസാനവും ഉള്ളവൻ, ഓപ്ഷൻ ബി ആദ്യവും അവസാനവും വരുന്നവർ, ഓപ്ഷൻ സി പ്രധാന പങ്കാളി, ഓപ്ഷൻ ഡി ആദ്യവും അവസാനവും നിർണ്ണയിക്കുന്നവൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രധാന പങ്കാളി എന്നാണ് ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം, പ്രധാന പങ്കാളി. 87ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രയോഗം ഏത്? ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ എ ഐച്ഛികം, ഓപ്ഷൻ ബി ഐച്ഛികം, ഓപ്ഷൻ സി ഐച്ഛികം, ഓപ്ഷൻ ഡി ഐച്ഛികം. അതിൽ ഇച്ഛ ആദ്യത്തിൽ, രണ്ടാമത്തേതിൽ ചായും ഇച്ഛായും കൂടെ വന്നിരിക്കുന്നു. ഓപ്ഷൻ സിയിൽ വെറും ചായ വന്നിട്ടുള്ളൂ. ഓപ്ഷൻ ഡിയിൽ ചായയുടെ ചായയാണ് വന്നിരിക്കുന്നത്, അത് മാത്രം. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചായയും അതിൻ്റെ അടിയിൽ ഇച്ഛായും കൂടെ വരുന്നതാണ് ഐച്ഛികം എന്ന്
പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ വാക്കുകളുണ്ട് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള വാക്കുകൾ. അപ്പോൾ എൻ്റെ കയ്യിൽ നോട്ട്സായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ട് തരാം. നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള കുറേ വേർഡ്സ്. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള പദങ്ങൾ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 89ാമത്തെ ക്വസ്റ്റ്യൻ. പറയാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാക്കുക. പറയാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാക്കുക. ഓപ്ഷൻ എ പറച്ചിൽ, ഓപ്ഷൻ ബി പ്രഭാഷണം, ഓപ്ഷൻ സി വിവക്ഷ, ഓപ്ഷൻ ഡി വിവക്ഷകൻ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വിവക്ഷയാണ്. വിവക്ഷ എന്ന് വെച്ചാൽ പറയാനുള്ള ആഗ്രഹം എന്നാണ് വരുന്നത്. ഒറ്റപ്പദം വിവക്ഷയാണ്. ആൻസർ ഓപ്ഷൻ സി. 90ാമത്തെ ക്വസ്റ്റ്യൻ. കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീതമേത്? കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീതമേത്? ഓപ്ഷൻ എ അകൃതജ്ഞത, ഓപ്ഷൻ ബി കൃതജ്ഞത, ഓപ്ഷൻ സി അജ്ഞത, ഓപ്ഷൻ ഡി നന്ദി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓപ്ഷൻ എ എഴുതി വെക്കാനുള്ള സാധ്യതയാണ്. ഓപ്ഷൻ എ അകൃതജ്ഞത. പക്ഷേ അല്ല, അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൃതജ്ഞത ആണ് ആൻസർ വരുന്നത്.